ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ക്ഷേത്ര കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എൻ രാജേന്ദ്രൻ നായർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ജനറൽ കൺവീനർ ശ്രീ അശോക് കുമാർ, രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് അർഹനായ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തു കൂടിയായ ഡിവൈഎസ്പി ശ്രീ എസ് രാജേന്ദ്രൻ, ബഹുമാനായ ലൈബ്രറി ആൻഡ് സയൻസ് കൗൺസിലിൻ്റെ ശ്രീ കെ പി വിജയകുമാരൻ നായർ, ഇവിടെ നമ്മെപ്പറ്റിയുള്ള സ്തുതിഗീതം എഴുതിയ ബഹുമാനായ ശ്രീ സജി ഇടവൂർ, ശ്രീ എൻ എസ് ഭുവനേന്ദ്രൻ, ക്ഷേത്ര സെക്രട്ടറി എൻ്റെ ബന്ധുവും സുഹൃത്തുമായ ശ്രീ അനിൽകുമാർ, ശ്രീ സുനിൽകുമാർ, ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളെ, ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ ഏവരോടും ഇവിടെ നിൽക്കുന്ന ഗുരുജനങ്ങളോടൊക്കെ ഞാൻ വളരെ വിനീതനായി ക്ഷമ ചോദിക്കുന്നു. ഞാൻ 7 മണിക്ക് വരുമെന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷേ വന്നപ്പോൾ 8:30 മണിയായിപ്പോയി. ക്ഷമിക്കുക. ഒരിക്കലും ഇത്രയും സമയം താമസിക്കാൻ പാടില്ലായിരുന്നു. എൻ്റേതല്ലാത്ത തെറ്റുകൊണ്ട് വേറൊരു അമ്പലത്തിൽ വിതുര ആനപ്പെട്ടി എന്നുള്ള സ്ഥലത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അവിടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. ഒരു ഭാഗത്തെ ക്ഷേത്രങ്ങളായിരുന്നു, രാജഭരണകാലത്ത് പോലും ഓരോ ഭാഗത്തെയും ക്ഷേത്രങ്ങളായിരുന്നു ആ നാടിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത്. ഒരു പരിധിവരെ ശിക്ഷകൾ ഉൾപ്പെടെ വിധിച്ചിരുന്നത് പണ്ടത്തെ ക്ഷേത്ര കമ്മിറ്റികളായിരുന്നു. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിർത്തുന്നു. നന്ദി. ശാസ്ത്ര സാങ്കേതിക വിവരണ രംഗത്ത് ഇന്ത്യ കുതിച്ചുയരുമ്പോൾ അതിനോടൊപ്പം നമ്മുടെ കോയിക്കോടാകും ശ്രീഭദ്രകാളി ക്ഷേത്രവും അതിൽ ഭാഗമാക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിന് ഒരു വെബ്സൈറ്റ് സംഘടിപ്പിക്കുവാൻ ക്ഷേത്ര ട്രസ്റ്റിനെ സഹായിച്ച ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളെയും അംഗങ്ങളെയും ഈ ക്ഷേത്ര ട്രസ്റ്റിനു വേണ്ടി ഞങ്ങൾ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. ഈ വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനം നടത്താൻ ഈ നാടിൻ്റെ അഭിമാനഭാജനമായ ഡിവൈഎസ്പി ശ്രീ എസ് രാജേന്ദ്രൻ അവരെ ക്ഷണിച്ചുകൊള്ളു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ രാജേന്ദ്രൻ സാർ അവർ, ബഹുമാനപ്പെട്ട പത്മശ്രീ പുരസ്കാരം നേടിയ ഡോക്ടർ ശ്രീ ഹരീന്ദ്ര സാർ, ശ്രീ വിജയകുമാർ സാർ, ശ്രീ ഇടവൂർ സജി, ക്ഷേത്ര ജനറൽ സെക്രട്ടറി ശ്രീ അശോക് കുമാർ, ബഹുമാനപ്പെട്ട നാട്ടുകാരെ, വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു പ്രസംഗമാണ് നമ്മുടെ ബഹുമാന്യനായ ഡോക്ടർ ഹരീന്ദ്ര സാറിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്നും പ്രത്യേകിച്ച് പറയാനേ ഇല്ല, എല്ലാം അതിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമ്മുടെ ചരിത്രത്തെക്കുറിച്ചും ആധുനിക ലോകത്തേക്ക് നമ്മുടെ വിശ്വാസം എങ്ങനെ കടന്നു വന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു. മുമ്പ് നമ്മുടെ സ്വാഗത പ്രസംഗിയൻ ശ്രീ അശോക് കുമാർ പറഞ്ഞതുപോലെ നമ്മുടെ അമ്പലത്തിൻ്റെ ചരിത്രം, നമ്മുടെ കൺമുന്നിൽ കിടക്കുന്ന അമ്പലത്തിൻ്റെ ചരിത്രം പോലും നമുക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. എൻ്റെ ചെറുപ്പകാലത്തിൻ്റെ ഇവിടെ വരുന്നുണ്ട്, പൂജയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, പോകുന്നതെന്നല്ലാതെ നമ്മുടെ കോയിക്കളാവും ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചോ അതിന് എത്ര കാലം പഴക്കമുണ്ടെന്നോ ഉള്ള യാതൊരു അറിവും നമുക്കില്ല. എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള പലർക്കും അത്രയും അറിവ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല.
ആഗ്രഹിക്കുകയാണ്. എന്നിൽ നിശ്ചിതമായിരിക്കുന്ന കർമ്മം നമ്മുടെ കോയിക്കളാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്ര കമ്മിറ്റി നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ചും നമ്മുടെ സങ്കല്പങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും പുരാതന കഥകളെക്കുറിച്ചും പ്രതിപാദിക്കുന്നതിനുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ ഒരു നല്ലൊരു കർമ്മമാണ്. മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാളും നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഇത് അറിവ് പകർന്നു കൊടുക്കുന്നതിന് ഏറ്റവും വളരെ ലഘുവാണ്, വളരെ ചെലവ് കുറവാണ്. അത് ഏറ്റവും കൂടുതൽ അതൊരു വലിയ അസറ്റുമാണ്. നമ്മളെ സംബന്ധിച്ച് വലിയ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഭാവനയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് പൂർത്തീകരിക്കാൻ പോകുന്നത്. അതിന് എന്നെ ക്ഷണിച്ചതിനും ഇതിൻ്റെ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഈ നമ്മുടെ വെബ്സൈറ്റ് കൊണ്ട് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ സങ്കല്പങ്ങളെക്കുറിച്ചും നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഹിന്ദു മതത്തിൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചും എല്ലാവർക്കും അറിവ് കിട്ടുന്നതിന് ഉതകുന്ന തരത്തിലായിരിക്കണം നമ്മുടെ വെബ്സൈറ്റ് ഇതിൻ്റെ സംഘാടകർ പുലർത്തിക്കൊണ്ട് പോകേണ്ടത്. അത് കാലാകാലങ്ങളിൽ ഓരോ കഥകളും ഉപകഥകളും ക്വിസും അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് കൂടെ ചേർത്താൽ മാത്രമേ മറ്റുള്ളവർക്കും നമുക്കും വായിച്ച് നമ്മുടെ വിജ്ഞാനം കുറച്ചുകൂടെ പുരോഗതിയിൽ കൊണ്ടുവരിക്കുന്നതിന് കഴിയുകയുള്ളൂ. അതിന് ഉദ്ഘാടനം എല്ലാവരുടെയും ദൈവയുടെയും സമൂഹത്തോടുകൂടെ നിർവഹിച്ചായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വെബ്സൈറ്റ് www.arimanurdevitemple.com എന്നാണ്. ഒന്നുകൂടെ പറയാം, www.arimanurdevitemple.com. അധ്യക്ഷൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ ശ്രീ രാജേന്ദ്രൻ നായർ, സ്വാഗതം ആശംസിച്ച ശ്രീ അശോക് കുമാർ, ശ്രീ ഡോക്ടർ ഹരീന്ദ്രൻ നായർ, ശ്രീ എസ് രാജേന്ദ്രൻ USP, ശ്രീ സജി, എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ നാട്ടുകാർ, ആദ്യമായി ഹൈടെക് യുഗത്തിലേക്ക് കോയിക്കബ്ലാകം ഭഗവതി ക്ഷേത്രത്തെ നയിച്ച ഇതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കട്ടെ. ഹൈടെക് യുഗത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു സുഹൃത്തിനെ കുറിച്ചാണ്. 1995 ശ്രീചിത്ര തിരുനാൾ മെഡിക്കൽ സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ പർണേറ്റിന്റെ വർഷമാണ്. ഈ പർണേറ്റ് മുഴുവൻ വീഡിയോയിൽ പിടിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവയൊക്കെ വെബ്സൈറ്റിലൂടെ മുഴുവൻ ലോഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് സ്പേസ് ആവശ്യമായിട്ട് വരും. അത്രയും സ്പേസ് ഹയർ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. എന്നാലും പ്രസക്തമായ ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇതൊരു നാടിന്റെ ചരിത്രം കൂടി മാറണം. ശ്രീ അശോക് കുമാറോട് സൂചിപ്പിക്കുകയുണ്ടായി, ഇത് ചിരപുരാതനമായ എനിക്കും പരിചയമുള്ളതാണ്. ഈ കഥകളൊക്കെ കേട്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് തന്നെ ഈ കഥകളെല്ലാം കേട്ടിട്ടുണ്ട്. പണ്ടിവിടെ നടന്ന പർണേറ്റിന്റെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. അവയൊക്കെ സൃഷ്ടിക്കാനായിട്ട് പുതിയ തലമുറയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെ നമുക്ക് അഭിമാനാർഹമാണ്. ശ്രീ KP വിജയകുമാർ നായർ സാർ, പ്രിയപ്പെട്ട
ബഹുമാനപ്പെട്ട എൻ്റെ നാട്ടുകാരെ, കോയിക്കമളാകം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പർണേറ്റ് മഹോത്സവത്തിന് ഈ ഒരു വലിയ വേദിയിൽ എനിക്കും കൂടെ അവസരം തന്നതിന് ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി CD പ്രകാശനം നടത്തുന്നതിന് ഗാനം എന്നോട് ആവശ്യപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് ഇത് നിർവഹിച്ച ശ്രീ അശോക് കുമാറിനും എൻ്റെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ഈ നാടിൻ്റെ ചരിത്രം വിജ്ഞാനം വിരൽത്തുമ്പിൽ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ലോകത്ത് എവിടെ നിന്ന് നോക്കിയാലും ഒരു വിരൽ തൊട്ടാൽ കോയിക്കവിളാകം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തെ ഇനി കാണാൻ കഴിയും. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവന മെഡൽ ലഭിച്ച ശ്രീ S. രാജീവന് ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ സമർപ്പിക്കുന്നതിലേക്ക് വേണ്ടി ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ തങ്കപ്പൻ നായർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. സംഗീത സംവിധായകനെ പോലെ തന്നെ